എല്ലാം അടിപൊളി. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും അടിപൊളിയായിരുന്നു. പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ആ ഒരു ഏജ് ഗ്രൂപ്പിനാണ് ഇച്ചിരി കൂടെ. തീർച്ചയായിട്ടും കുട്ടികൾക്കുള്ള സിനിമ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി നിർത്തേണ്ട. ഇന്നേ വരെ മലയാള സിനിമയെ ഇത്രയധികം VFX ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സിനിമ ഞാൻ കണ്ടിട്ടേ ഇല്ല. അടിപൊളി. അടിപൊളിയായിരുന്നു. 3D ഒക്കെ എഫക്റ്റ് കൊള്ളായിരുന്നു. അടിപൊളി. എല്ലാം കൊള്ളാം. എല്ലാം അടിപൊളി. സൂപ്പർ പടമാണ്. തിയേറ്ററിലായിരുന്നു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഇട്ടുള്ള പടമാണ്. നല്ല സിനിമയായിരുന്നു. എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നന്നായിരുന്നു. ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫ് ഞങ്ങൾക്ക് ഇച്ചിരി കൂടെ ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. ഡയറക്ഷൻ നന്നായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും അടിപൊളിയായിരുന്നു. പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ആ ഒരു ഏജ് ഗ്രൂപ്പിനാണ് ഇച്ചിരി കൂടെ കംഫർട്ടായിട്ട് തോന്നുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കൊള്ളായിരുന്നു. സൂപ്പറായിരുന്നു. കൊള്ളാം. വലിയവർക്ക് ഇഷ്ടപ്പെടുത്ത പക്ഷേ ഫാമിലിക്ക് ഇഷ്ടപ്പെടും. അതിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടില്ല തന്നെ. ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ പടം മോഹൻലാൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സംവിധാനം അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. അതേപോലെ തന്നെ VFX, ഇതിൻ്റെ ഗ്രാഫിക്സ്, ഇതിൻ്റെ ഓൾ ക്രൂ എടുത്ത് പറയേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് മിക്സിങ് എല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാത്തരം പ്രേക്ഷകർക്കും പിടിക്കും. ഇന്നേ വരെ മലയാള സിനിമയെ ഇത്രയധികം VFX ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സിനിമ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇത് മോഹൻലാലിൻ്റെ സംവിധാനത്തിൻ്റെ ഒരു നാഴികക്കല്ല് എന്ന് തന്നെ പറയാം. മോഹൻലാൽ എന്ന നടൻ ഒരു വലിയൊരു മികച്ച സംവിധായകനിലേക്കുള്ള ഒരു ചുവടുവയ്പ് നടത്തിയതാണ്. അതിൻ്റെ ഒരു സൈനാണ് ഞാൻ ഇന്ന് ഈ തിയേറ്ററിൽ കണ്ടത്. അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. ഒരു 3D നിലവാരം അതിൻ്റെ എന്തുമാത്രം ലെവലിൽ കൂട്ടി ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് മോഹൻലാൽ ഇത് ചെയ്തിട്ടുണ്ട്. ഇത്രയും നാളത്തെ പുള്ളിയുടെ അനുഭവം, ഒരു സിനിമാ അനുഭവം ഈ ഒരൊറ്റ സിനിമയിൽ പുള്ളിയുടെ ഡയറക്ഷനിൽ നിന്ന് മനസ്സിലാവും. അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. അതിൻ്റെ ഹോൾ ഡിസൈനിങ് എല്ലാം അടിപൊളിയായിരുന്നു. തീർച്ചയായിട്ടും തിയേറ്ററിൽ ഇരുന്നിട്ട് നല്ല രീതിയിൽ തന്നെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും കുട്ടികൾക്കുള്ള സിനിമയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ മുതിർന്നവർക്ക് നമ്മുടെ എല്ലാവർക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ അനിമയായിരുന്നാലും ഇപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു കാർട്ടൂൺ, പഴയ കാലത്തിലുള്ളൊരു കാർട്ടൂൺ ഇപ്പം നമ്മൾ TV-യിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്ത് കാണും. അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു ബാലരമ കിട്ടിക്കഴിഞ്ഞാൽ പോലും നമ്മൾ ആസ്വദിച്ചത് വായിക്കുന്നൊരു ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മൾ. ഭൂരിപക്ഷം ആൾക്കാർ അങ്ങനെ തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു സിനിമ നമുക്ക് ആ ഒരു വ്യത്യസ്ത നല്ല രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റോട് വരണം. കാരണം നമ്മളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ ഈ സിനിമ ഇങ്ങനത്തേതാണ്, ഇതൊരു 3D സിനിമയാണ്, ഇതൊരു നാടോടി കഥ അല്ലെങ്കിൽ ആ ഒരു മോഡലിലേക്ക് പറയുന്ന ഒരു സിനിമയാണ് എന്നുള്ളൊരു വ്യക്തമായ ധാരണയോടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിനിമ പറയുന്ന ആ ഒരു തീം പിടിച്ചിട്ട് അത് എൻജോയ് ചെയ്ത് തന്നെ കാണാം. പിന്നെ കുറച്ചിടത്തേക്ക് നല്ലൊരു എഴച്ചിൽ വരുന്നുണ്ട്. അത് മാത്രമാണ് അതാണ് എനിക്ക് സിനിമയിൽ തോന്നിയൊരു പോരായ്മ. ഇങ്ങനത്തെ ഒരു സിനിമ ആകുമ്പോഴത്തേക്ക് ഒരിക്കലും അദ്ദേഹത്തിനെ കൊണ്ടൊരു മാസ് ഡയലോഗ് പറയിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം അത് അങ്ങനത്തെ ഒരു ഇതാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു എഴച്ചിൽ വരുന്നതാണ് മാത്രമാണ് ഒരു അപാകതയെന്നല്ല, ഒരു എന്താ പറയുക, നമുക്ക് അത് കുറച്ചുകൂടെ ഒന്ന് സ്പീഡപ്പ് ചെയ്ത് എടുക്കാമായിരുന്നു. കുറേ കൂടെ ഒരു 2 മണിക്കൂറിൽ തന്നെ അദ്ദേഹത്തിന് തീർക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതൊഴിച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ സൈഡെല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ അദ്ദേഹം ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറിയ സിനിമയാണെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊന്നും ഫീലൊന്നും വരുത്താത്ത രീതിയിലുള്ള നല്ല രീതിയിലുള്ള എഫേർട്ട് അദ്ദേഹം എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഹോംവർക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ മലയാളത്തിൽ വ്യത്യസ്ത ജോണറുകളുള്ള സിനിമകൾ വരണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിപ്പം റമയുകയായിരുന്നാലും ശരി, അല്ലെങ്കിൽ മഹാവീര്യറായിരുന്നാലും ശരി, അല്ലെങ്കിൽ കനകം കാമിലി കനകമാണെങ്കിലും ശരി, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബറോസ് ആണെങ്കിലും ശരി, നമുക്ക് എപ്പോഴും ഒരു പച്ചില സിനിമകൾ മാത്രം, അല്ലെങ്കിൽ ഒരു സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് കഥ പറഞ്ഞു പോകുന്ന സിനിമകൾ മാത്രമല്ല, ഇങ്ങനത്തെ സിനിമകളും വരട്ടെ, വ്യത്യസ്ത എക്സ്പെരിമെൻ്റൽ സിനിമകളും വരട്ടെ. അപ്പോഴേ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റത്തുള്ളൂ മലയാളം എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും ക്രിയേറ്റീവായിട്ടുള്ള ഒരു ആൾക്കാരുള്ള ഒരു ഇൻഡസ്ട്രിയാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം സിനിമ കുഴപ്പമില്ല, വർക്കാവുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം.